ശ്രീ എക്സ്പ്രസ് സുരേഷ് ബാബു രചന നിർവഹിച്ച വൈക്കം ക്ഷേത്രനഗരിയിലെ ക്ഷേത്രങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം വൈക്കം മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ഫെഡറൽ ബാങ്ക് റിട്ടയർഡ് സീനിയർ മാനേജർ കെ ഗോവിന്ദൻ നായർ ഡോക്ടർ ES രമേശന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ആ ക്ഷേത്രനഗരി ചുറ്റിപ്പറ്റി അനവധി ക്ഷേത്രങ്ങളുണ്ട്. പഴയകാലത്ത് ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വൈക്കം അറിയപ്പെടുന്ന ടൗൺഷിപ്പായിരുന്നു. അതുകൊണ്ട് ടൗൺഷിപ്പ് മാറി നമ്മളെ ടെമ്പിൾസ് കോഡായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ ടെമ്പിൾസ് കോഡാണ് പിന്നീട് വൈക്കം പോലീസായിട്ട് സ്റ്റേഷനായിട്ട് മാറിയത്. അതൊരു വൈക്കത്തെ ആദ്യകാല മുനിസിപ്പാലിറ്റികൾ. നമ്മുടെ ഈ വൈക്കത്തെ ക്ഷേത്രത്തിൻ്റെ ഏകദേശം 6 കിലോമീറ്റർ ചുറ്റളവിൽ ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളെപ്പറ്റി എഴുതുവാനായിരുന്നു ആദ്യ തീരുമാനം ഉണ്ടായിരുന്നത്. ഒരു പരിചയപ്പെടുക എന്ന ലക്ഷ്യമായിരുന്നു. എന്നാൽ അല്പം നിർബന്ധത്തോടുകൂടി യാത്ര ചെയ്ത് ചില നിർബന്ധം കൊണ്ടുവന്ന് അതല്പം കൂടി വ്യാപിച്ചു. നമ്മൾ ഒരു തെക്ക് ഗോവിന്ദപുരം ക്ഷേത്രം വരെയും, അതുപോലെ കോട്ടയം റൂട്ടിൽ നമ്മൾ കാർത്തിയാനി ക്ഷേത്രം വരെയും, പൊതിയിലെ തൃക്കരായിക്കുളവും, അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ പുണ്ടരീകപുരം വരെയും, ചെമ്പ് റൂട്ടിൽ പോയ ആഞ്ജനേയ മഠം വരെയും നമ്മൾ ആ ക്ഷേത്രത്തെപ്പറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ ചെറുതായിട്ടുള്ള ഐതിഹ്യങ്ങളും ചെറിയ വിവരണങ്ങളാണ് നമ്മൾ എടുത്തത്. ഉദയനാപുരം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് VRC നായർ, വൈക്കം ഉപദേശക സമിതി മെമ്പർമാരായ PV രാജേന്ദ്രപ്രസാദ്, ഓമന മുരളീധരൻ, PB മോഹനൻ, ES ശങ്കരൻ നായർ, KV പൊന്നപ്പൻ, ദിനേഷ് കാലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. 250ഓളം ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ ഒരു വിവരങ്ങൾ നൽകുന്ന മഹത്തായ ഒരു സംഭാവനയാണ് സുരേഷിൻ്റെ ക്ഷേത്രനഗരിയിലെ ക്ഷേത്രങ്ങൾ എന്ന പുസ്തകം. നമുക്കറിയാവുന്നതുപോലെ ക്ഷേത്രങ്ങൾ ശരീരം തന്നെയാണ് ക്ഷേത്രമെന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്. ഇതം ശരീരം ക്ഷേത്രവിദ്യതയെ എന്നാണ് ഭഗവത്ഗീത ക്ഷേത്രങ്ങളെക്കുറിച്ച് നിർവചനം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഗഹനതയിലേക്ക്, അത് പറഞ്ഞതിൻ്റെ പൊരുളിലേക്ക് എത്താൻ സാധാരണ ജനങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പതിപ്പ് എന്നുള്ള നിലയിലാണ് ക്ഷേത്രങ്ങൾ ആരംഭിച്ചത്. ക്ഷേത്രചരിത്രം എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്നൊരു പുസ്തകമാണ് ഇപ്പോൾ ശ്രീ സുരേഷ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വൈക്കം താലൂക്കിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ പുസ്തകം വരും തലമുറയ്ക്ക് ഏറ്റവും വലിയൊരു ഗൈഡായിട്ട് മാറുന്നത് അതിന് യാതൊരു സംശയവുമില്ല. ഇത് ഒരു വായിച്ച് തള്ളാവുന്ന ഒരു പുസ്തകമല്ല. നമ്മുടെ ഗ്രന്ഥശാലയിൽ സൂക്ഷിക്കേണ്ട അതിപ്രധാനമായ ഒരു വിശിഷ്ട ഗ്രന്ഥമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം, ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, വടയാർ ഇളങ്കാവ്, മൂത്തേടത്താവ് ഭഗവതി ക്ഷേത്രം തുടങ്ങി 108 ക്ഷേത്രങ്ങളും വൈക്കം ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടന്നുവരുന്ന വടക്കുപുറത്ത് പാട്ടും ഉൾപ്പെടുത്തിയതാണ് പുസ്തകം. വിഷൻ ന്യൂസ്, വൈക്കം.